ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ വേണോട്ടാ ഇതൊക്കെ? ഋതിക മോളല്ലേ നമ്മുടെ മരുമോള്? ശരിക്കും അവളല്ലേ നമ്മുടെ വീട്ടിലെ മോളായിട്ട് ഇവിടെ ഉണ്ടാവേണ്ടത്? ഞാൻ പറഞ്ഞില്ലേടി, ദൈവത്തിന്റെ വിധി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. റോഹന് ഞാൻ അയച്ച മെസ്സേജ് റോഹൻ അച്ഛനെ വല്ലതും കാണിക്കോ? ദൈവമേ, ഞാൻ എന്തൊരു മണ്ടത്തര കാണിച്ച്. ഇനി ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ഈശ്വര, ഇനി അച്ഛനായിരിക്കോ? എല്ലാം തീർന്നു. രാധമ്മയാണല്ലോ. എന്നോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയായിരിക്കും രാധമ്മ വിളിക്കുന്നത്. ഇല്ല, ഞാൻ കോൾ എടുക്കുന്നില്ല. ഞാൻ രാധമ്മയുടെ പിണക്കം. രാധമ്മ പാവല്ലേ. കോൾ എടുക്കാം. ഹലോ, ഋതിക മോളെ, മോളെവിടെയാ? ഞാൻ വീട്ടിലെ രാധമ്മ. രാധമ്മ എന്താ വിളിച്ചേ? അതെന്താ മോളെ, അമ്മയ്ക്ക് മോളെ വിളിക്കാൻ പാടില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല രാധമ്മ. രാധമ്മ എന്നെ എപ്പോഴും ഇങ്ങോട്ട് കോൾ ചെയ്യാറില്ലല്ലോ. ഞാനല്ലേ അങ്ങോട്ട് വിളിക്കുന്നേ. എപ്പോഴും മോള് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരാറുള്ളത്? പിന്നെന്താ പറയാതെ പെട്ടെന്ന് കയറി വന്നത്? മോള് കയറി വന്നപ്പോ ഇവിടെ കണ്ട കാഴ്ച ഓർത്ത് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഏയ്, ഇല്ല ഇല്ല, ഞാനങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. നിങ്ങള് സംസാരിക്കുകയല്ലായിരുന്നോ? അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലായിരുന്നോ? അതിനിടയിൽ ഞാൻ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതാ ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്ന്. ഞാൻ ഇനി വരുമ്പോ വിളിച്ച് പറഞ്ഞിട്ടേ വരുള്ളൂ. മോളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. മോൾക്ക് ഈ വീട്ടിൽ വരാൻ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മോക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാം. സത്യം പറഞ്ഞ മോളോട് എങ്ങനെയാ എന്താ സംസാരിക്കേണ്ടതെന്ന് രാധമ്മയ്ക്ക് അറിയില്ല മോളെ. രാധമ്മ എന്തിനാ കരയുന്നേ? സോറി രാധമ്മ. ഞാൻ രാധമ്മ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ അവിടെ വന്നപ്പോ പെട്ടെന്ന് എന്റെ സ്ഥാനത്ത് രമ്യ അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല രാധമ്മ. അതെനിക്ക് ഒരുപാട് വിഷമമായി. ഞാനല്ലേ രാജുവും പ്രിയചേച്ചിയും ശ്രീലക്ഷ്മിയും കഴിഞ്ഞ രാധമ്മയുടെ മോളെന്ന് രാധമ്മ എപ്പോഴും പറയാറ്. ആ സ്ഥാനത്ത് രമ്യയെ കണ്ട എനിക്ക് വിഷമം വരില്ലേ? സോറി രാധമ്മ. രാധമ്മ കരയല്ലേ പ്ലീസ്. മോളെ തന്നെയാ രാജുവിനെക്കാട്ടിലും പ്രിയയെക്കാട്ടിലും ശ്രീലക്ഷ്മിയെക്കാട്ടിലും എനിക്ക് മോളെ തന്നെയാ കൂടുതൽ ഇഷ്ടം. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്കറിയില്ല മോളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ നടക്കണമെന്നില്ലല്ലോ. ദൈവം വിധിച്ച തീരുമാനങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ നടക്കൂ. നമ്മുടെയൊക്കെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരും ഭാഗ്യവതികളും ആയിരുന്നേനെ. എനിക്ക് മോളോട് എന്താണ് കൂടുതൽ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഒരുപാട് വിഷമമായി. മോള് വന്നിട്ട് രാധമ്മയുടെ മുന്നിൽ നിന്ന് പോയത് രാധമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. രാധമ്മ മാപ്പ് ചോദിക്കാനാ വിളിച്ചത്. മാപ്പോ? രാധമ്മ എന്തീ പറയുന്നേ? സ്വന്തം മക്കളോട് അമ്മമാര് മാപ്പ് ചോദിക്കോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല രാധമ്മേ. രാധമ്മയ്ക്ക് വിഷമം വന്നതുപോലെ
പറഞ്ഞതുപോലെ എനിക്കും വിഷമം വന്നു. രണ്ടുപേരും അത് തുറന്നും പറഞ്ഞു. നമുക്കിടയില് ഇനി ഒരു പ്രശ്നവും പിണക്കവും ഒന്നുമില്ല. എന്നിട്ട് രമ്യയുടെ വീട്ടുകാര് പറഞ്ഞതുപോലെ രാജുവും രമ്യയായിട്ടുള്ള വിവാഹം നിങ്ങൾ ഉറപ്പിച്ചേരാതമ്മേ. രാധേ, നീ ഫോണിൽ നിന്നേ. നീ കരഞ്ഞ് പാവം ആ കുട്ടിയെ കൂടി വിഷമിപ്പിക്കല്ലേ. താടി. മാഡം, അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ലെന്ന് മാഡത്തിന് അറിയാലോ. എല്ലാം ദൈവം വിധിക്കുന്ന പോലെ നടക്കൂ. എല്ലാം ദൈവം നടത്തി തരും, അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ എല്ലാം വിശ്വസിച്ച് ജീവിക്കുന്ന പച്ചയായ മനുഷ്യരാ ഞങ്ങള്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തില് ദൈവം നല്ലത് തന്നതിനോടൊപ്പം മോശ അനുഭവങ്ങളും ഒരുപാട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് ദൈവം എന്ത് വിധിച്ചാലും അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മാഡവും അങ്ങനെ ചിന്തിച്ചാ മതി. വിധിച്ചത് നടക്കട്ടെ. വിഷമമൊക്കെ മാറുമ്പോ ഞാൻ രാധമ്മയോട് മാഡത്തെ വിളിക്കാൻ പറയാം. വെക്കട്ടെ മാഡം. എന്താ വേണോട്ടാ ഇതൊക്കെ? ഋതിക മോളല്ലേ നമ്മുടെ മരുമോള്? ശരിക്കും അവളല്ലേ നമ്മുടെ വീട്ടിലെ മോളായിട്ട് ഇവിടെ ഉണ്ടാവേണ്ടത്? ഞാൻ പറഞ്ഞില്ലേടി, ദൈവത്തിന്റെ വിധി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, അവരൊന്നാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ഇഷ്ടമുള്ളവരൊക്കെ അവരൊന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. പത്മാവതി മാഡാണല്ലോ. മാഡം, മാഡം ഇത് എവിടെയായിരുന്നു? മാഡത്തിന് ഞാൻ എത്ര ദിവസം ഫോണിൽ ട്രൈ ചെയ്തു. മാഡം എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കണേ? വേണോട്ടാ, ഒരു പ്രശ്നമുണ്ട്. എന്നെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. ഞാനിപ്പോ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് സ്ഥിരമായിട്ട് ചില പുതിയ ആളുകളെ കാണാൻ തുടങ്ങിയപ്പോ എനിക്കും എന്റെ സെർവന്റിനും ഒരു ഭയം. അതുകൊണ്ടാ ഞാൻ ഫോൺ ഇത്രയും ദിവസം ഓഫ് ചെയ്ത് വെച്ചത്.